തെലങ്കാനയിലെ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയ 8 തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മണ്ണിടിഞ്ഞ് വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മലയിടിച്ചിലിന് സാധ്യതയെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. തുരങ്കത്തിനകത്ത് ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇവ മാറ്റിയാൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ കൂടുതൽ അപകടത്തിലാക്കുക മാത്രമല്ല, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുവരെ 5 സംഘങ്ങളാണ് തുരങ്കത്തിലേക്ക് പോയിട്ടുള്ളത്. ജിയോളജിസ്റ്റുകളും ഡ്രോൺ വിദഗ്ധരും ഉൾപ്പെടുന്ന അവസാനത്തെ സംഘമാണ് കഴിഞ്ഞ ദിവസം പോയത്. നേരത്തെ 7 മീറ്റർ ഉയരമുണ്ടായിരുന്ന ചെളിഭിത്തി ഇപ്പോൾ കുറഞ്ഞ് 1 മീറ്ററെങ്കിലും ഉയർന്നതായി 4ാമത്തെ സംഘം പറയുന്നുണ്ട്. ഇത് വലിയ ആശങ്ക തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. ചെളിയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് മറ്റൊരു ചോർച്ചയ്ക്ക് കാരണമാകാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തുരങ്കഭിത്തിയിലെ പൊട്ടലിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ഓരോ മിനിറ്റിലും 3200 ലിറ്റർ വെള്ളം തുരങ്കത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വലിയ അളവിൽ മണൽ, പാറ, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയുമായി കൂടിച്ചേർന്ന് കൂടുതൽ ചെളി സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ തുരങ്കത്തിലെ സ്ഥിതി വളരെ അപകടകരമാണെന്നും ഈ സമയത്ത് തീവ്രമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നതാണ് സുരക്ഷിതമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തൊഴിലാളികളെ ജീവനോടെ കണ്ടെത്താനുള്ള വിദൂര സാധ്യത മാത്രമേയുള്ളൂവെന്ന് തെലങ്കാന മന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.